എത്ര നടന്നാലും എത്ര കണ്ടാലും കൊതി തീരാത്ത ഒരു അത്ഭുത നിർമ്മിതിയായിട്ട് സാങ്ച്വറി ഓഫ് ട്രൂത്ത് നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ സെൻട്രൽ പോയിൻ്റുള്ള സ്ഥലങ്ങൾ. അവിടെയുള്ള ഓരോ പില്ലറുകളും ഭയങ്കര ഹ്യൂജ് സ്ട്രക്ചറാണ്. നമുക്കത് കണ്ണുകൊണ്ട് കണ്ടാലാണ് അതിൻ്റെ ആ ഒറിജിനാലിറ്റി മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് എത്ര കണ്ടാലും മനസ്സിലാവില്ല. കാരണം അത്ര വലിയ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചറുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പച്ച നിറത്തിൽ കാണുന്ന ആ ഭാഗമൊക്കെ ഒത്തിരി പഴയ പണികളാണ്. അതിൻ്റെ ആ കോളമെല്ലാം ഇനി ഫില്ല് ചെയ്ത് വരാനായിട്ടുള്ളതാണ്. അതിന് മുകളിലേക്ക് ആർട്ട് വർക്കുകൾ അതിൽ ഫില്ല് ചെയ്ത് വരും. അങ്ങനെ പല സ്ഥലത്തും ഇൻകംപ്ലീറ്റ് ആണ്. അതാണ് ഞാൻ ആദ്യം ഉള്ള വീഡിയോയിൽ സൂചിപ്പിച്ചത്. 44 വർഷങ്ങളായി അതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഇനിയും ഏകദേശം 30 വർഷം എടുത്താലാണ് പൂർണ്ണ രൂപത്തിലാവുകയുള്ളൂ. അപ്പോൾ പൂർണ്ണ രൂപത്തിലാവുമ്പോഴത്തേനും ഈ പറയുന്ന നിറങ്ങൾ പച്ച നിറത്തിലൊക്കെ ഉള്ളതൊക്കെ മാറി കൂടുതൽ പോളിഷ് ചെയ്ത പോണക്ക് അല്ലെങ്കിൽ ഇത്രയോടെ വൃത്തിയാക്കി അവർ അതിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് എത്തുമ്പോഴത്തേനും ചെയ്യുമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കടലിനോട് ചേർന്നാണ് ഈ നിർമ്മിതി ഉള്ളത്, കടലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ കാറ്റടിച്ചും അതുപോലെ ഉപ്പുവെള്ളം അടിച്ചൊന്നും നശിച്ചു പോകാതിരിക്കാനായിട്ട് അത്രയും സൂക്ഷ്മതയും അത്രയും ശ്രദ്ധയും വേണം. അപ്പോൾ അത്രയും ആളുകൾ കാണാനായിട്ട് വരുന്നൊരു സ്ഥലം കൂടെയാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. പട്ടായയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. മെയിൻ പട്ടായ സിറ്റിയിൽ നിന്നും ഒത്തിരി ദൂരെ അല്ലാതെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് നിരവധി ആളുകൾ വരും. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഫീസുണ്ട്. ആ ഫീസൊക്കെ കൊടുത്ത് ഇവിടെയുള്ള ചാർജൊക്കെ കൊടുത്ത് കാണാനായിട്ട് ആളുകൾ വരും. കാരണം അത്രയും വളരെ ബൃഹത്തായ ഒരു നിർമ്മിതിയാണ് അത്. അത്രയും അട്രാക്റ്റീവായിട്ടുള്ള അത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ആളുകൾ വന്നു ചേരുന്നത്. അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നമുക്കറിയാം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അങ്ങനെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. 4 തലയുള്ള ഒരു ശില്പമാണ് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ബ്യൂട്ടി. എത്ര ഭംഗിയായിട്ടാണ് ഓരോ പോയിൻറ്റും അവർ കൊത്തിയെടുത്തിരിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ അത്രയ്ക്കും വൃത്തിയായിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ കാഴ്ചകൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. അടിപൊളി സംഭവമല്ലേ.